ഹലോ, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത്തവണ ഞങ്ങളുടെ വെളിയിലത്തെ ബാത്റൂമാണിത്. ഈ ബാത്റൂമിൻ്റെ അവസ്ഥ നോക്കിയേ. ഇത് വെള്ളപ്പൊക്കം നടക്കുന്ന ഏരിയ ആയതുകൊണ്ട് ഈ ബാത്റൂമിലൊക്കെ വെള്ളം കയറിയിട്ട് ഇറങ്ങി പോകുമ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് എത്ര തേച്ച് കഴിയാലും ഇത് ഗ്രിപ്പുള്ള ടൈലായതുകൊണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ അത് കയറിയിരിക്കും. ഈ ക്ലോസറ്റ് ഇരിക്കുന്ന താഴെ ഒരു സിമെൻറ്റ് ഇട്ട് തേച്ചതാണ്. അത് നേരത്തെ ഇന്ത്യൻ ക്ലോസറ്റ് ആയിരുന്നു. അത് വെള്ളം പൊങ്ങി കയറുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചേക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കാൻ പോവാണ്. കണ്ടോ, ഇത് ഞങ്ങളുടെ വെളിയിലത്തെ വാഷ് ബേസിനാണ്. ഈ വാഷ് ബേസിനകത്തിൽ കണ്ടോ വെള്ളം പൊങ്ങി കയറി ഇതിലൊക്കെ ചെളിയുടെ കളർ പിടിച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു കെമിക്കൽ ടൈൽ ക്ലീനർ മേടിച്ചിട്ടുണ്ട്. ടൈൽ ക്ലീനർ മേടിച്ചിട്ട് അതിൻ്റെ നേരെ പകുതി വെള്ളമായിട്ട് മിക്സ് ചെയ്യണം. രണ്ട് കയ്യിലും ഗ്ലൗസ് ഇട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. റിയാക്ഷനൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഇതെല്ലാം തേച്ച് പിടിപ്പിക്കുകയാണ്. നന്നായിട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. അഴുക്കുള്ള ഭാഗം ഇല്ലാത്ത ഭാഗം എല്ലാം നല്ല നാദ്രമായിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് കയ്യിൽ ഗ്ലൗസ് ഇട്ടൊക്കെ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴുകി കളയുന്നത്. സാധാരണ അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഈ ഉന്തും അല്ലാതെല്ല അഴുക്കുകളും സെറാമിക്സ് പിടിച്ച എല്ലാ അഴുക്കും പോവും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഞാൻ മുമ്പ് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു മെറ്റീരിയലാണ്. ഞാൻ ക്ലോസറ്റിൻ്റെ സൈഡിലുള്ള ഉന്തെല്ലാം കളയാണ്. അവിടെയൊക്കെ ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിലെ ചെറിയ ഭാഗങ്ങളൊന്നും വീഴാതെ ശ്രദ്ധിക്കുക. അലർജി ഉള്ളവർക്ക് ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ എനിക്ക് ഇതുകൊണ്ട് ഇതേവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കുറേ പ്രാവശ്യം കൊണ്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ആ ടൈലെ മൊത്തം കറയാണ്. ഇത് ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെ ഉണ്ടെന്നുള്ള നിങ്ങളിത് വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി. ഇത് ഞാൻ ഗ്രിപ്പുള്ളതുകൊണ്ടാണ് ബ്രഷ് ഉപയോഗിച്ചിട്ട് അടിക്കുന്നത്. മറ്റേ ബ്രഷ് വരയ്ക്കുന്ന ബ്രഷ് ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൊന്നും കറക്റ്റായിട്ട് ഈ കെമിക്കൽ കൊള്ളത്തില്ല. അതുകൊണ്ടാണ് ബ്രഷ് ഉപയോഗിച്ച് ഞാൻ കൊള്ളിക്കുന്നത്. അപ്പം അങ്ങനെ എല്ലായിടവും തേച്ച് കൊള്ളിക്കുക. ആ സൈഡ് ടൈൽ ഞാൻ അടിക്കാൻ വിട്ടുപോയി. അതിൻ്റെ പുറമെല്ലാം ഞാൻ സൈഡ് ടൈലൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഉരച്ചതിൻ്റെ കാര്യമൊന്നുമില്ല. കണ്ടോ, ഇത് ഇങ്ങനെയാണ് നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ടൈലിൻ്റെ ഭംഗി നോക്കി. നിങ്ങളുടെ വീടുകളിലുള്ള ബാത്റൂമൊക്കെ ഇങ്ങനെ വൃത്തിയോടായിട്ട് കിടക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വൃത്തിയാക്കിയെടുക്കാം. ഒരു 225 രൂപയെ ഈ ഒരു പ്രോഡക്റ്റിനുള്ളൂ. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് 1 ലിറ്റർ സാധനമുണ്ട്. ആ 1 ലിറ്റർ സാധനം കൊണ്ട് നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിച്ചിട്ട് ബാക്കി നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കുക തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ട് നല്ലൊരു അറിവല്ലേ നിങ്ങൾക്ക് തരുന്നത്. ഇതാണ് ഞാൻ ആദ്യം കഴുകിയ വാഷ് ബേസിന്. ഇതിൻ്റെ ഭംഗി നോക്കി ഇപ്പോഴത്തെ ഇത് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വൃത്തിയായി കഴിഞ്ഞപ്പോൾ രാത്രിയായി. അതാണ് പകൽവട്ടത്തിലുള്ള വീഡിയോ അല്ലത്. അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റ്. റോഫ് എന്നാണ് ഇതിൻ്റെ പേര്.